അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷുഹൈബ് എന്നു പേരുള്ള ഉസ്താദ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടല്ലോ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു സന്ദർഭത്തിൽ ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് ഉസ്താദിനെ തുരുതുരാ വെട്ടുന്നുണ്ട്. ഉസ്താദ് ജീവൻ കൊണ്ട് ഓടുകയാണ്. ഓടി വെട്ടിലേക്ക് ഓടി ഉസ്താദ് രക്ഷപ്പെട്ടു. ഗുരുതരമായ ഉസ്താദിനെ നല്ല വെട്ടുകളാണ് ഉസ്താദിന് കിട്ടിയത്. ഇപ്പൊ ആശുപത്രിയിൽ ചികിത്സയിൽ ഉസ്താദ് കഴിയുന്നുണ്ട്. ഇതാരാണ് വെട്ടിയത് എന്ന് നോക്കുമ്പോഴാണ് വല്ലാത്ത സങ്കടം തോന്നിയത്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നുമല്ല. ഈ വെട്ടിയ ഉസ്താദിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശക്തമായ ശ്രമം നടത്തിയ മനുഷ്യനെ പഠിച്ചു നോക്കുമ്പോൾ 19 വയസ്സ് മാത്രമുള്ള റാഷിദ് എന്ന് പറയുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരനാണ്. പ്ലസ് 2 പഠിക്കുന്ന ചെറിയൊരു ചെറുപ്പക്കാരനാണ്. ഈ റാഷിദിനെ ഉസ്താദുമായിട്ട് ഒരു പരിചയവുമില്ല. എന്തിനാണ് ഈ വെട്ടിയതെന്ന് അറിയുന്നില്ല. പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നത്. ഈ റാഷിദ് ഈ ഉസ്താദിന്റെ ബന്ധുവിൽപ്പെട്ട ഏതോ ഒരു പെണ്ണുമായിട്ടൊരു സ്നേഹത്തിലാണ്. അത് ഈ ഉസ്താദ് എതിർത്തി എന്നുള്ള മെസ്സേജ് ഈ റാഷിദിന് കിട്ടിയപ്പോൾ വെട്ടിക്കൊല്ലാൻ വേണ്ടിയാണ് ഈ റാഷിദ് ഇവിടേക്ക് വന്നത്. നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ അവസ്ഥ നോക്ക്. ഈ ചെറുപ്രായത്തിൽ പോലും എങ്ങനെയാണ് മക്കളെ ഉപദേശിക്കുക? മക്കളെ ഉപദേശിച്ചത് അറിഞ്ഞാൽ പിന്നെ വെട്ടിക്കൊല്ലലാണ്. എത്ര സംഭവങ്ങളാണ് കേൾക്കുന്നത്. പ്രണയത്തിനെ എതിർത്തതിന്റെ പേരിൽ സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്നു. എന്നിട്ട് കേസ് കൊടുത്തതോ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കിടക്കാൻ വന്നു, അതുകൊണ്ടാണ് വെട്ടിക്കൊന്നത് എന്ന്. എത്ര വാർത്തകളാണ്. നമ്മുടെ മക്കളോട് ഉപദേശിക്കാനോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തം മാതാപിതാക്കളൊക്കെ പേടിച്ചു നിൽക്കുന്നതാണ്. ഉസ്താദന്മാരോട് എന്തെങ്കിലും കാര്യം പറയണം, ഇത്തരത്തിലുള്ള കാര്യം സൂചിപ്പിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ എന്തോ ഉസ്താദ് ദേഷ്യത്തോട് സംസാരിച്ചപ്പോൾ മകൻ എഴുന്നേറ്റ് ഉസ്താദിനെ തന്നെ അടിക്കാൻ വന്നു എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. കാരണം ലഹരിക്കടിമയായി കൊണ്ടിരിക്കുക നമ്മുടെ മക്കള്. നിരന്തരമായി ഉപദേശിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ വെട്ടിക്കൊല്ലുക മറ്റൊരു പരിഹാരം. ഈ അടുത്താണല്ലോ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ആള് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ എവിടേക്കാണ് മോനെ നിന്റെ സുഹൃത്തുക്കളുടെ കൂടെ പോയത് എന്ന ഒറ്റ കാരണം കൊണ്ട് ഉമ്മയെ 20ഓളം വെട്ടുകളാണ്. ഉസ്താദിന് ഏകദേശം 8 വെട്ടുകളാണ്. ഉസ്താദ് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. പാവപ്പെട്ട കുടുംബത്തിന്റെ ഒരു അത്താണിയല്ലേ ഉസ്താദ്. അങ്ങനെ മക്കളോടൊന്നും ഉപദേശിക്കാൻ പറ്റാത്തവരെ. കാരണം ഇന്ന് മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കാൻ പേടിച്ചു നിൽക്കുകയാണ്. ഉസ്താദന്മാരടക്കം അങ്ങനെ. അടുത്തൊരു ഉസ്താദ് ജുമാ പ്രഭാഷണം നടത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് ഉസ്താദിന്റെ കാറിലേക്ക് കല്ലെറിഞ്ഞ ഉസ്താദിന്റെ കാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച ഒരു സംഭവം. ഇങ്ങനെ നമ്മുടെ അവസ്ഥ. കാരണം മക്കള് അവർക്ക് എന്തു തോന്നുന്നു അത് ചെയ്യുന്ന സമയത്ത് അവരത് എതിർത്തുകൊണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ അവരെ എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരാണ്. ഇത് ഇത്രയും നടക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ നല്ലൊരു നിയമം ഇല്ലാത്തതാണ്. ശക്തമായ നിയമം. കാരണം വെട്ടിക്കൊന്നവന് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മുടെ മക്കൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പെൺമക്കളും അങ്ങനെയാണ്. അവർക്ക് പ്രണയം തലക്ക് പിടിച്ചാൽ, പ്രണയം എന്നുള്ളതിൽ തന്നെ ഒരു ലഹരിയാണ്. അതവർ തലക്ക് പിടിച്ചാൽ അവർക്ക് ഉപ്പയോ ഉമ്മയോ നാടോ കുടുംബയോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അതിനു വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ അടുത്തൊരു വാർത്ത വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 9ാം ക്ലാസ്സുകാരി ഗർഭിണിയാണ്. ഗർഭം ഉണ്ടാക്കിയ ആളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വാർത്തകളെല്ലാം മാധ്യമങ്ങളൊക്കെ കേട്ടതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളാക്കട്ടെ. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമകളായി നമ്മുടെ മക്കൾ മാറിയാൽ ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് നാം ഉപദേശിക്കുമ്പോഴേക്കും ഉപ്പയെന്നോ ഉമ്മയെന്നോ ഇത് എൻ്റെ ഉസ്താദാണെന്നോ ഒന്നും നോക്കാതെ എന്തും ചെയ്യാൻ അവർ തയ്യാറായി വരും. ഈ ചെറിയ പ്രായമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള എന്തു കാര്യത്തിനും ഒരു മടിയില്ലാതെ മുന്നോട്ടിറങ്ങുന്നത്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്നും നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരൊക്കെ ദുആ ചെയ്തിരുന്നത്, അള്ളാഹു എനിക്കൊരു കുഞ്ഞു താ അല്ലാ എന്നല്ല, എനിക്കൊരു സ്വാലിഹായ കുഞ്ഞിനെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത് ഖുർആൻ കാണാം. അപ്പോൾ അള്ളാഹു നൽകിയത് ഗുലാമുൻ ഹലീം, നല്ല ഹലീമായ കുഞ്ഞിനെ നൽകി എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വാലിഹായ മക്കൾ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.